സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൽ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം എഴുതിയത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന പറയൻ തുള്ളലിലെ ഒരു അധ്യായമാണ് കാലനില്ലാത്ത കാലം. അപ്പോൾ ഇതൊരു സാങ്കല്പിക രചനയാണ്. ഭൂമിയിൽ കാലനില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് കുഞ്ചൻ നമ്പ്യാർ സങ്കല്പിക്കുകയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഈ കവിതയിലേക്ക് ഒന്ന് വരാം. മിത്രപുത്രൻ ധർമ്മരാജൻ സത്രമൊന്നു സഭാരംഭിച്ചെത്ര നാളുണ്ടവൻ ദീക്ഷിച്ചത്ര തന്നെ വസിക്കുന്നു. ധാത്രീവാസി ജനങ്ങൾക്കു മരണവും നാസ്തിയായി. പാർത്തു കണ്ടിയിൽ അത്ര കഷ്ടം കാലനേതും കൂട്ടമില്ല. സത്രശാലയ്ക്കകം പൂക്കു യാഗവും ചെയ്തിരിക്കുന്നു. 100,000 വർഷം ഇപ്രകാരം ധർമ്മരാജൻ, അതായത് ഇവിടെ പറയണത് എന്താന്ന് വെച്ചാൽ 100,000 വർഷം, അതായത് മിത്രപുത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രനായ കാലൻ 100,000 വർഷം സ്വർഗത്തിൽ ഒരു യാഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത്. വൃദ്ധന്മാർ ഒരു കൂട്ടം, അപ്പോൾ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്നാണ് അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത്. അതായത് വൃദ്ധന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ളോർ അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവർക്കുണ്ട്. അതായത് ഭൂമിയിൽ വൃദ്ധന്മാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആർക്കും എന്ത് പറ്റുന്നില്ല, ചാവാനായിട്ട് കഴിയുന്നില്ല. കാരണം ഭൂമിയിൽ ആരില്ല, കാലനില്ല. കാലൻ 100,000 വർഷം സ്വർഗത്തിൽ ഒരു യാഗത്തിൽ പങ്കെടുക്കുകയാണ്. മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛനൊക്കെ എവിടെയുണ്ട്, ഭൂമിയിലുണ്ട്. 500 വയസ്സുള്ള അപ്പൂപ്പൻ ഇന്നും കുട്ടിയായിട്ടിരിക്കുക. കാരണം എന്താണ്, ആ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനൊക്കെ എവിടെയുണ്ട്, ഭൂമിയിൽ ഉണ്ട്. പിന്നെയോ കഞ്ഞിക്കു വകയില്ല വീടുകളിൽ ഒരിടത്തും, കുഞ്ഞുങ്ങൾക്ക് 8-10 പറ അരി കൊണ്ടു പോരാ. 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ടങ്ങ് അത്രമാത്രം 2 വറ്റു വിളമ്പുമ്പോൾ എത്തുമെല്ലാം. അതായത് ഒരു വീട്ടിൽ എന്താണ്, കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥ, ആകെ എന്താണ് ദാരിദ്ര്യം പിടിച്ച അവസ്ഥ. 100 പറയിട്ട് എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും വൃദ്ധന്മാർക്കൊക്കെ 1-2 വറ്റ് വിളമ്പുമ്പോഴേക്കും തീർന്നു പോകുന്ന അവസ്ഥ. 10 കോടി ആളുകൾ, 10 കോടി ജനമുണ്ട്. പല്ല് പോയിട്ടൊരു വീട്ടിൽ കൊത്തിവെച്ച പാവകളെ പോലെ തിങ്ങി വിങ്ങി കിടക്കുകയാണ്. കണ്ണിലെ പോള പോലും എന്താണ് നരച്ചു പോയിട്ടുള്ള നരന്മാരും അല്ലെങ്കിൽ മനുഷ്യന്മാരും എവിടെയുണ്ട്, ഭൂമിയിലുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാ പറഞ്ഞത്, 10 കോടി ആളുകൾ പല്ല് പോയിട്ടൊരു വീട്ടിലുണ്ട്. കണ്ണ് കാണാത്തവരുണ്ട്, കാത് കേൾക്കാത്തവരുണ്ട്, കഷണ്ടി ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ അതുപോലെ പറയണ എന്താണ്, കൊത്തിവെച്ച പാവകളെ പോലെയാണ് പലരും ഇരിക്കുന്നത്. കണ്ണിലെ പീലി പോലും എന്താണ് നരച്ചുപോയ ആളുകൾ. പിന്നെയോ അസ്ഥിയല്ലാതൊരു വസ്തു പോലും എവിടെയില്ല, അവരുടെ ഒന്നും ശരീരത്തിൽ ഇല്ല. 10 നാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോമെന്നതുമില്ല. പത്തനങ്ങൾക്കിടം പോരാൻ എത്ര ദുഃഖം മനുഷ്യർക്ക്. അതായത് 10 ദിവസം പട്ടിണി കിടന്നാൽ പോലും എന്താണ് ആരും മരിച്ചു പോവാത്ത അവസ്ഥ. കാരണം എന്താണ്, ഭൂമിയിൽ കാലനില്ല. ഓക്കെ, പിന്നെയോ ഇവിടെ വലിയ വലിയ ഉന്നതത്തിന്റെ മുകളിൽ, അതായത് വലിയ വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ ആരും എന്ത് ചെയ്യുന്നില്ല, മരിച്ചു പോകുന്നില്ല. കാരണം എന്താണ്, കയ്യോ കാലോ ഒടിഞ്ഞു കിടക്കാന്നല്ലാതെ മരണം സംഭവിക്കുന്നില്ല. 1-2 എന്താണ് ആളുകളല്ല വീഴുന്നത്, 1-2 ലക്ഷത്തിലധികം ആളുകളാണ് എന്താണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ നാടുവാഴികൾക്കൊക്കെ ഭയങ്കര കഷ്ടകാലാണ്. കാരണം കള്ളന്മാർക്കൊക്കെ എന്താണ് ശിക്ഷയില്ലാത്ത അവസ്ഥയാണ്. വെട്ടിയാൽ പോലും, അതായത് കള്ളനെ കൊല്ലാൻ പറ്റാത്ത അവസ്ഥ, വെട്ടിയാൽ പോലും എന്താണ് ആരും ചാവുന്നില്ല. പിന്നെന്താ പറയുന്നത്, ഉള്ള വസ്തുക്കളെ പോലും കട്ടുതിന്മാൻ ഒരു കൂട്ടം തള്ളലോടെ നടക്കുന്നു, പേടി അവർക്കില്ല. അതായത് ഉള്ള വസ്തുക്കൾ തന്നെ എന്താണ് അവർ കട്ട് തിന്നാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കട്ട് കഴിഞ്ഞാൽ ശിക്ഷ, വലിയ ശിക്ഷയൊന്നും കിട്ടൂലല്ലോ, 1-2 അടി കിട്ടിയാലായി. കാരണം മരണം പോലുള്ള ശിക്ഷ ഇല്ലാത്തത് കൊണ്ട് കള്ളന്മാർ ഭൂമിയിൽ പെരുകുന്ന അവസ്ഥ. പിന്നെന്താ പറയുന്നത്, രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി രാജഭണ്ഡാരം പോലും കട്ട് തിന്നാൻ എന്താണ് ആളുകൾ മത്സരിക്കുകയാണ്. അതായത് തസ്കരന്മാര് പകല് പോലും എന്താണ് കള്ളന്മാര് വിലസുന്ന അവസ്ഥ. പിന്നെ പൂജകളൊന്നും എന്താണ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. രാജാക്കന്മാരെയോ രാജശിക്ഷകളെയോ ആർക്കും പേടിയില്ലാത്തത് കൊണ്ട് ക്ഷേത്രങ്ങളിൽ പൂജകളൊന്നും തന്നെ കൃത്യമായിട്ട് നടക്കുന്നില്ല. മന്ത്രികൾക്ക് എന്താണ് രാജാവിനെ പേടിയില്ല.
മന്ത്രിയെ പ്രജയ്ക്കും പേടിയില്ല, അതായത് ആർക്കും ആരെയും പേടിയില്ലാത്ത ഒരവസ്ഥയാണ് ഭൂമിയിൽ ഉണ്ടായത്. ഈ എന്താണ് അന്ധകാരം അല്ലെങ്കിൽ അനാചാരം ഭൂമിയിൽ കൂടാനുള്ള കാരണം എന്താണ്? അന്ധകന്റെ യാഗം ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ശാന്തി ചെയ്യാനായിട്ട് പൂജാരികളെ സംബന്ധിച്ച് ശാന്തി ചെയ്യാൻ ക്ഷേത്രമില്ലാത്ത അവസ്ഥയാണ്. കാരണം പൂജാരിമാരൊന്നും എന്താണ് പൂർവികരായിട്ടുള്ള പൂജാരിമാരൊന്നും തന്നെ മരിക്കുന്നില്ല. അതുകൊണ്ട് ജോലി സ്ഥലങ്ങളിലും പോലും എന്താണ് ഒഴിവില്ലാത്ത അവസ്ഥ. പിന്നെ അതുപോലെ പറയണ എന്താണ്? ഉത്തമരായിട്ടുള്ള സ്ത്രീകളുടെ പാതിവൃത്യം അസ്തമിച്ചിരിക്കുകയാണ്. ജന്തുക്കളുടെ എന്താണ് ഈ ധർമ്മമൊക്കെ ഇല്ലാതാവുകയാണ്. ഉത്തമ സ്ത്രീകളുടെ പാതിവൃത്യം അസ്തമിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്ന സിസ്റ്റമൊക്കെ ഇല്ലാതായിട്ട് ഒരു സ്ത്രീകൾ ഒന്നിലധികം പുരുഷന്മാർ ഒന്നിലധികം സ്ത്രീകളുമായിട്ട് എന്താണ് ബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥ. പിന്നെ മറ്റുള്ള കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാര്യമാരെ വേണ്ട രീതിയിൽ നോക്കാത്ത ഭർത്താക്കന്മാർ, ഉണ്ണാനോ ഉടുക്കാനോ കൊടുക്കാതെ അവർക്ക് വേണ്ട എന്താണ് കർമ്മങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാത്ത ആളുകൾ. കാരണം ആർക്കും ആരെയും പേടില്ലാത്ത ഒരു കാലം. പിന്നെ അടുത്തെന്താ പറയുന്നത്? കലികാലത്തേക്കാളും കഷ്ടമായ കാലമാണെന്ത്? കാലനില്ലാത്ത കാലം. അങ്ങനെ ഭൂമിയിൽ എന്താണ് ഈ കാലനില്ലാത്ത കാലത്ത് ജന്തുക്കളൊക്കെ ഇങ്ങനെ വലയുകയാണ്. പിന്നെ പറയണ എന്താണ്? പെറ്റു വളർത്തുന്നത്, അതായത് മനുഷ്യന്മാർക്ക് മാത്രമല്ല മറ്റു ജന്തുജാലങ്ങൾക്കും എന്താണ് വളരെ കഷ്ടകാലാണ്. ഇവിടെ പറയണത് പുലിയും സിംഹവും ഇങ്ങനെയുള്ള എന്താണ് മാംസം ഭുജിക്കുന്ന ജീവികളെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം ശരീരത്തിൻ്റെ മാംസം കഴിച്ച് വിശപ്പ് മാറ്റേണ്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെയാണ് എന്ത് ചെയ്യുക? ആഹാരമാക്കുക. അപ്പോൾ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യത്തെ ആഹാരമാക്കി കഴിഞ്ഞാൽ ഒരു ദ്വാരത്തിലൂടെ കഴിച്ച് മറുദ്വാരത്തിലൂടെ അത് പുറത്തു പോകുന്ന അവസ്ഥ. കാരണം മരണമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പട്ടിണി, അതായത് വഴിയിലൊക്കെ എന്താണ് പട്ടിണി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പട്ടിണി തന്നെയാണ്. അവരെ സഹായിക്കാനോ അവർക്ക് പട്ടിണി മാറ്റാനോ കൊടുക്കാനോ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വിവിധ ജോലി ചെയ്തവർ, അതായത് ഊര് തെണ്ടിയിട്ട് ഉപജീവനം നടത്തിയ ബ്രാഹ്മണന്മാർക്കൊക്കെ എന്താണ് സ്വന്തം വീട്ടിലിരിക്കേണ്ട അവസ്ഥയായി മാറുകയാണ്. പിന്നെ ആട്ടമാടി പാട്ടുപാടി എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിച്ചിട്ടും പാട്ടുപാടിയിട്ടൊക്കെ ഉപജീവനം നയിച്ചവർക്ക് ഇതൊന്നുമില്ലാത്ത അവസ്ഥയാണ്. കാരണം എവിടെയെങ്കിലും പാട്ട് എന്ന് കേട്ടാൽ ഈ പട്ടിണി കിടക്കുന്ന ആളുകളൊക്കെ ഓടി അങ്ങോട്ട് പോവോ? ഇല്ലല്ലോ. അവരെന്താ ചെയ്യുക? ഊട്ട് എന്ന് കേട്ടാൽ, ഭക്ഷണം കൊടുക്കുന്നു എന്ന് കേട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുക? അവിടേക്ക് ഓടി പോകുന്നത്. പിന്നെയോ ചേട്ടന്മാരും അനിയന്മാരും തമ്മിലുള്ള ബന്ധമൊക്കെ ഇല്ലാതാവുകയാണ്. കാരണം നോക്കുക, ചേട്ടനെന്നും തമ്പിയെന്നും തങ്ങളിലുള്ള അനുരാഗം ചേട്ടകൾക്കു നാസ്തിയായി കൂട്ടമേറി ചമകയാൽ എന്ന് പറഞ്ഞാൽ ചേട്ടന്മാരും അനിയന്മാരും, അതായത് ജ്യേഷ്ഠ അനുജന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ എന്താവുകയാണ്? ഇല്ലാതാകുന്ന അവസ്ഥ. കാരണം ഒരു വീട്ടിൽ ഒരു ചേട്ടനും അനിയനും അല്ല, ഒരുപാട് ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പരം കലഹമാണ് കൂടുന്നത്. നാടുവാഴികൾക്ക് കപ്പമോ ചുങ്കമോ ഒന്നുമില്ലാത്ത അവസ്ഥ. കാടുവാഴിക്കാണെങ്കിൽ എന്താണ് വല്ലതൊക്കെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടൊക്കെ ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ പുരുഷന്മാർ, അതായത് ചില പുരുഷന്മാർ എന്താണ് സ്ത്രീകളെ പല സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് പൈസ ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പണിയൊക്കെ എന്താണ് ഇല്ലാതാവുന്ന അവസ്ഥ. പിന്നെ പറയണ എന്താണ് ഈ ജ്യോത്സ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ കബഡിയൊക്കെ നിരത്തിയിട്ട് എന്താണ് ആളുകളുടെ ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ പറഞ്ഞ് ഉപജീവന മാർഗം നയിച്ചിരുന്നവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്താണ് കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടിപ്പോൾ ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അതുപോലെ ഈ എന്താണ് ഗണിത ഗ്രന്ഥങ്ങൾ, അതായത് ജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ തലേൻ്റെ അവിടെ വെച്ച് കിടന്നുറങ്ങാനുള്ള അവസ്ഥ മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ. പിന്നെന്താ പറയുന്നത്? അടുത്തതായിട്ട് പറയുന്നത് മരണം, അതായത് ഈ വൈദ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ചികിത്സയെക്കുറിച്ച് പറയുകയാണ്. ഇവർ രോഗമില്ല, അതായത് ശരീരത്തിൽ രോഗമുണ്ട് പക്ഷെ മരിക്കുന്ന രീതിയിലുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈദ്യന്മാരുടെ അവസ്ഥയും കഷ്ടത്തിലായി. അഷ്ടാംഗ ഹൃദയം തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ്. സാധാരണ വൈദ്യന്മാർ രോഗമുള്ളൊരു രോഗിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പോയതിനു ശേഷം അവരെന്താ ചെയ്യുക? അവിടുത്തെ ഒരു വലിയൊരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. അതായത് ഇവർക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള രോഗിയുടെ മരുന്നും വിവരങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? അതിങ്ങനെ ഉണ്ടാക്കി ആ വീട്ടിൽ നിന്ന് മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ച് നിൽക്കുന്ന അവസ്ഥ. അതായത് വൈദ്യന്മാർ വിരുന്നുണ്ടലായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പം അവരുടെ അവസ്ഥ എന്താ? ഇരുന്നുണ്ടലാണ്. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ. പിന്നെ വൈദ്യന്മാരും കാലനും തമ്മിൽ ഒരു പ്രാണവിശ്വാസത്തിൽ എന്ന പോലെ ഒരു ബന്ധമുണ്ട്. കാരണം വൈദ്യന്മാർക്ക് കാലനെ കൂടാതെ ഒരു രോഗിയെ കൊല്ലാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അനുരാഗ ബന്ധമാണ്. അപ്പോൾ ഈ കാലനില്ലാത്ത ആയതോട് കൂടിയിട്ട് വൈദ്യന്മാരുടെ അവസ്ഥയും എന്തായി? അവതാളത്തിലായി എന്നാണ് പറയുന്നത്. പിന്നെയോ
പിന്നെ അടുത്തതായിട്ട് പറയണത് എന്താണ് നോക്കൂ, അതായത് ഗുളികയും കഷായം ഒക്കെ കൊടുത്ത് അവിടെ നിൽക്കേണ്ട വൈദ്യന്മാരാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. പിന്നെ മന്ത്രവാദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ മന്ത്രവാദികൾക്ക് എന്താ സംഭവം? മന്ത്രവാദികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ജോലി ഇല്ലാതാവുകയാണ്. കാരണം മന്ത്രവാദികൾ എന്ന് പറഞ്ഞാൽ ഈ യക്ഷി, അതുപോലെ ബ്രഹ്മരക്ഷാപീഠ, അങ്ങനെയുള്ള ഒരുപാട് അല്ലേ പ്രേതങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നവരാണ് ആര്? മന്ത്രവാദികൾ എന്ന് പറയുന്നത്. മരണമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഭൂമിയിൽ പ്രേതവും ഇല്ല. അതുകൊണ്ട് തന്നെ മന്ത്രവാദികൾക്ക് എന്താണ്, അവരുടെ അവസരം അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്താ പറയണത്? അടുത്തായിട്ട് പറയുന്നത് വെളിച്ചപ്പാടിനെ കുറിച്ചാണ്. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണല്ലോ. അപ്പം വെളിച്ചപ്പാട് എന്താ ചെയ്യുന്നത്? മനുഷ്യന്മാരെ കാണുമ്പോൾ ഒളിച്ചു നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനം നോക്കുക, അപ്പോൾ ഈ കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത, അതായത് എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് എന്ത്? കാലനില്ലാത്ത കാലത്തെ ഭൂമിയിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുക, കാലനില്ലാത്ത കാലം, ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന പറയൻ തുള്ളലിലെ ഒരു അധ്യായമാണ് കാലനില്ലാത്ത കാലം. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. അതായത് ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത്? അതെ, 100,000 വർഷം സ്വർഗത്തിൽ ഒരു യാഗത്തിൽ പങ്കെടുക്കുകയാണ് ആര്? കാലൻ. അതുകൊണ്ടാണ് എന്ത്? ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത്. കാലനില്ലാത്ത കാലം ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അടുത്ത ചോദ്യമാണ്. അതിലെന്താ നമ്മൾ എഴുതുക? അതെ, 500 വയസ്സുള്ള അപ്പൂപ്പൻ ഇന്നും കുഞ്ഞായിട്ടിരിക്കുകയാണ്. പിന്നെ 100 പറയിട്ട് വെച്ചാൽ പോലും ഒന്നും തികയാത്ത അവസ്ഥ. നാട്ടിലാകെ ദുരാചാരമാണ്. ആർക്കും ആരെയും പേടിയില്ലാത്ത അവസ്ഥ. രാജശിക്ഷ കുറഞ്ഞു. രാജാവിൻ്റെ ഭണ്ഡാരം പോലും എന്താണ്? പകൽ സമയങ്ങളിൽ തസ്കരന്മാർ മോഷ്ടിക്കുകയാണ് അല്ലേ. പിന്നെന്താ പറയണത്? അതുപോലെ പറയുന്നത് ഈ പൂജാരികളൊന്നും പൂജ ചെയ്യാതെ, കാരണം വേണ്ട തൊഴിലൊന്നും അവർ ചെയ്യുന്നില്ല, രാജശിക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. പിന്നെ കാലെടുത്ത് വെക്കാനുള്ള സ്ഥലം എവിടെയില്ല, ഒരു വീടുകളിൽ പോലും ഇല്ല. വലിയ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുപാട് വയസ്സന്മാർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. കൈയും കാലും പൊട്ടിക്കിടക്കുക എന്നല്ലാതെ മരണം പോലും സംഭവിക്കുന്നില്ല. വെട്ടിയാൽ പോലും ചാവുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വാളെടുത്തിട്ട് ഒരാൾ വെട്ടിക്കഴിഞ്ഞാൽ പോലും എന്താണ്? അവർ മരിക്കാത്ത അവസ്ഥ. കാരണം കാലൻ ഭൂമിയിലില്ല. മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. മാംസം ഭുജിക്കുന്ന പുലിയും അതുപോലെ തന്നെ സിംഹമൊക്കെ എന്താ ചെയ്യുന്നത്? സ്വന്തം മാംസം കഴിച്ച് വിശപ്പ് മാറ്റുകയാണ്. പിന്നെന്താ പറഞ്ഞത്? നമ്മൾ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യത്തെ ആഹാരമാക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ കഴിച്ച് മറുദ്വാരത്തിലൂടെ പുറത്തു പോവുക. ഇനി അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, വിവിധ തൊഴിൽ ചെയ്യുന്നവരെ കാലനില്ലാത്ത കാലം എങ്ങനെയാണ് ബാധിച്ചത്? ഏതൊക്കെ തൊഴിലായിരുന്നു? ഒന്ന്, ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ. പിന്നെ 2, ആട്ടമാടിയിട്ടും പാട്ടുപാടിയിട്ടും നടക്കുന്ന ആളുകൾ. പിന്നെ വൈദ്യന്മാർ അല്ലേ, വൈദ്യന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ജ്യോതിഷം അല്ലേ, എന്താണ്? കബഡിയൊക്കെ നിരത്തിയിട്ട് ആളുകളുടെ ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ പറയുന്ന ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് എൻ്റെ ഭൂതവും ഭാവിയും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അറിയാൻ പോവോ? അതുമല്ല, മരണമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ പിന്നെ മരണമാണല്ലോ ഏറ്റവും വലിയൊരു പേടിയുള്ള കാര്യം. അപ്പം മരണമില്ലാതാവുന്ന സമയത്ത് ആർക്കും എന്താണ്? ഈ ജ്യോതിഷത്തിലൊന്നും വലിയ വിശ്വാസം ഇല്ലാതെ ആവുകയാണ്. പിന്നെ പണവും കയ്യിലില്ലാത്ത അവസ്ഥ. പിന്നെന്താ പറഞ്ഞത്? മന്ത്രവാദികൾക്ക് എന്താണ്? യക്ഷിയും അതുപോലെയുള്ള ബ്രഹ്മരക്ഷാ പീഡയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കും എന്താണ്? ഒരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവസാനം എന്താണ്? വെളിച്ചപ്പാടൊക്കെ ഒളിച്ചു നടക്കുകയാണ്. കാരണം അവർക്ക് വാളെടുക്കാനും തുള്ളാനും ഒന്നുമുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്ന് വരുന്ന മറ്റൊരു എസ്സേക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയ ഭാഷയിൽ അവതരിപ്പിക്കുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ഈ കാലനില്ലാത്ത കാലം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിവരിക്കുക. നമുക്കറിയാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലേ. ഇതിപ്പോൾ കാലനില്ലാത്ത കാലം, ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നാണ് കുഞ്ചൻ നമ്പ്യാർ കാലനില്ലാത്ത കാലം എന്ന പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യം, പട്ടിണി, അതായത് പാട്ടുകാരെങ്ങനെയാണ് പട്ടിണിയിലായത് എന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെയാണ് പാട്ടുകാർ പട്ടിണിയിലാവുന്നത്? അതായത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഓടിപ്പോകുന്നില്ല അല്ലേ. അവർക്ക് പൈസ കൊടുക്കാനൊന്നും അവരുടെ കയ്യിലില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണ്? പട്ടിണിയാണ്. പട്ടിണി കിടക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആസ്വദിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഊട്ട് എന്ന് കേട്ടാൽ, അതായത് ഭക്ഷണം കൊടുക്കുന്നു എന്ന് കേട്ടാലാണ് പിന്നെ എന്ത് ചെയ്യുക? ഒന്ന് ഓടിപ്പോവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മാംസം ഭുജിക്കുന്ന
മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യം വരും. പിന്നെ മന്ത്രിമാർക്ക് രാജാവിനെയോ മന്ത്രിമാരെ പ്രജകൾക്കോ പേടിയില്ലാതായി. എന്തുകൊണ്ട്? കാലൻ ഇല്ലാത്തത് കൊണ്ട്. അത് ഓർത്തു വെക്കുക. പിന്നെ അടുത്തത് 500 വയസ്സുള്ള അപ്പൂപ്പൻ ഇന്നും കുഞ്ഞായിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് 500 വയസ്സുള്ള അപ്പൂപ്പൻ ഇന്നും കുഞ്ഞായിട്ടിരിക്കുന്നത്? ആ അപ്പൂപ്പനൊക്കെ ഇന്നും എന്താണ്? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 500 വയസ്സുള്ള അപ്പൂപ്പൻ ഇന്നും കുഞ്ഞായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലൊരൊറ്റ സവിശേഷത കൂടി ഈ ഒരു പാഠഭാഗത്തിനുണ്ട്, അതും കൂടി പറയാം. എന്താണെന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു സാങ്കല്പിക രചനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാലനില്ലാത്ത കാലം ഭൂമിയിൽ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാവുകയാണ്. കാലനില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഈ അവസ്ഥയെ നോക്കിക്കാണാനായിട്ട് ദേവലോകത്ത് നിന്നും ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ ഭൂമിയിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഇന്ദ്രസേനയെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് അതിനുശേഷം എന്താണ്? ഈ ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനും ഇന്ദ്രസേനയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഈ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണം അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഭൂമിയിലുള്ളത്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ആശയം. ഓക്കെ, താങ്ക് യു.